നമസ്കാരം. ശൈലജ ടീച്ചർ രചിച്ച നീർക്കുമിള എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കൗമുദി ടീച്ചർ ചാറ്റൽ മഴയത്ത് പുറത്തേക്കിറങ്ങി. 4 മണിപ്പൂ തന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. ടീച്ചർ തന്റെ ഓമനകളായ പൂക്കളെ തൊട്ടു തലോടി വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇന്ന് നിങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണല്ലോ. ഹായ് കൊച്ചുമുല്ലേ, നീ മൊട്ടിട്ടുവോ? നിന്റെ പുഞ്ചിരി കാണാൻ കൊതിയായി. പൂത്തുലഞ്ഞു നിൽക്കുന്ന പനിനീർ പൂക്കളുടെ സൗരഭ്യം നുകർന്ന് ആസ്വദിച്ചു. ആ സൗന്ദര്യവും സൗരഭ്യവും നുകർന്ന് അവയെ തഴുകി കൊച്ചു വർത്തമാനം പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, അനുഭൂതി. കുഞ്ഞു മക്കളെ പോലെയാണ് ടീച്ചർക്ക് തന്റെ പ്രിയപ്പെട്ട ചെടികളും പൂക്കളും. അവരുടെ അരികിൽ നിൽക്കുമ്പോൾ താൻ ഈ വീട്ടിൽ ഏകയല്ലെന്നുള്ളൊരു തോന്നൽ. കഴിഞ്ഞ 3 വർഷമായി തന്റെ ജീവന്റെ പാതിയായ രാഘവേട്ടൻ. അത് ഓർക്കാൻ വയ്യ. വേണ്ട, അതൊന്നും ഇനി ഓർക്കണ്ട. എത്ര തന്നെ വിചാരിച്ചാലും വീണ്ടും വീണ്ടും രാഘവേട്ടന്റെ ശബ്ദവും സാമീപ്യവും തൊട്ടറിയുന്നത് പോലെ പലപ്പോഴും ടീച്ചർക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചർ റിട്ടയർ ചെയ്തിട്ട് 5 വർഷമാകുന്നു. റിട്ടയർമെന്റിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങിയതാണ് അല്പസ്വല്പം കൃഷിയും പൂന്തോട്ടവും കിളയ്ക്കലും നടലും നനയ്ക്കലും എല്ലാം. രാഘവേട്ടൻ ചെയ്യുമ്പോൾ ടീച്ചറും ഒപ്പം കൂടും. അന്യനാട്ടിൽ കഴിയുന്ന മക്കൾക്ക് നാട്ടിൽ വരാനോ ഒന്ന് വിളിക്കാനോ പറ്റുന്നില്ല. ഈ ഏകാന്തത, ഇതിൽ നിന്ന് ഒരു മോചനമായിരുന്നു പൂന്തോട്ടവും കൃഷിയും. ചെടികൾ ഓരോന്നും പുഷ്പിച്ച് കായ്ച്ച് കാണുമ്പോൾ തേൻ കുടിക്കാൻ വരുന്ന മധുവന്മാർ, കൊച്ചു കിളികൾ, ഇവയൊക്കെ ടീച്ചറെ ഉന്മേഷവതിയാക്കി. അവരാണിപ്പോൾ ടീച്ചറുടെ മക്കൾ. ടീച്ചറേ, ടീച്ചറേ. ടീച്ചർ സ്വപ്നം കാണുകയാണോ? അടുത്ത വീട്ടിലെ ശാരദ അടുത്തെത്തിയതൊന്നും ടീച്ചർ അറിയുന്നില്ല. ടീച്ചറേ. ഓ, ഇതാരാ? ശാരദയോ? എന്താ ശാരദേ, നിന്നെ ഇങ്ങോട്ട് കാണാറേയില്ലല്ലോ. അതോ, ഇപ്പോൾ കുറച്ചു ദിവസമായി തൊഴിലുറപ്പ് പണി തുടങ്ങിയിട്ട് അതിന് പോകുന്നത് കൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഓ, അതാണോ? ടീച്ചർ ഒരു വിവരം അറിഞ്ഞോ? ഇല്ല, എന്താണ്? നമ്മുടെ ലക്ഷ്മിയേട്ടത്തി ഇന്നലെ വിട്ടുപോയി. മകളുടെ വീട്ടിലായിരുന്നു. ആണോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയെ കാണാത്തത് കുറച്ചുനാളായി. എന്താ പറ്റിയത്? അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ടീച്ചറെ, ക്യാൻസർ ആയിരുന്നു. അറിയുമ്പോഴേക്കും വൈകിപ്പോയി. 1 മാസം അത്രേ നിന്നുള്ളൂ. അങ്ങനെയായിരുന്നോ? അതെ ടീച്ചറെ, എല്ലാം അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കുറച്ച് ആര്യവേപ്പില വേണമായിരുന്നു. ഓ, അതിനെന്താ, അതാ അവിടെ, നീ പറിച്ചെടുത്തോ. ശരി ടീച്ചറെ. ടീച്ചറുടെ ഓർമ്മകൾ പിറകോട്ട് പോയി. തനിക്കുണ്ടായ അപകടം, അതേ തുടർന്ന് നടക്കാൻ പറ്റാതായത്, വോക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ രാഘവേട്ടന്റെ കൈപിടിച്ച് നടന്നത്, എല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇതെന്താ ടീച്ചറെ, വടിയും കുത്തിയാണോ നടക്കുന്നത്? മുത്തശ്ശിയെ പോലെ ആയോ ഇപ്പോൾ തന്നെ? ആ വാക്കുകളിലെ പരിഹാസം, കുറ്റപ്പെടുത്തൽ, അവരുടെ മുഖഭാവം. തന്റെ സങ്കടം കണ്ടപ്പോൾ രാഘവേട്ടൻ സമാധാനിപ്പിച്ചു. സാരമില്ലടോ, നീ അതൊന്നും കാര്യമാക്കണ്ട. അസൂയ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. നീ ഉഷാറായി ജോലിക്ക് പോകുന്നു, വീട്ടുകാര്യങ്ങൾ നന്നായി ചെയ്യുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഉള്ളിൽ സന്തോഷം കാണും. പുറമേ സഹതാപം കാണിക്കുമ്പോൾ മുഖത്ത് വിരിയുന്ന ഭാവം മറച്ചു പിടിക്കാൻ മറന്നുപോയതാ. നീ അതൊന്നും കാര്യമാക്കണ്ട. രാഘവേട്ടന്റെ ആശ്വാസ വാക്കുകൾ. അതിലാ സങ്കടം അലിഞ്ഞുപോയി. ഇന്ന് അവരുടെ മരണവാർത്ത അറിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഒരു നീർക്കുമിളയുടെ ആയുസ്. രോഗം പിടിപെടലും മരണവും. അതിനിടയിൽ എന്തിനാണ് ഓരോ മനുഷ്യനും അഹങ്കരിക്കുന്നത്? ടീച്ചറെ, ഞാൻ കുറച്ച് പറിച്ചെടുത്തു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? പോകുകയാണോ ശാരദേ? ഞാൻ ചായ ഉണ്ടാക്കാം, വാ. കുടിച്ചിട്ട് പോകാമല്ലോ. ഇപ്പോൾ വേണ്ട. എന്റെ കുളിയും തുണി കഴുകലും ഒന്നും കഴിഞ്ഞില്ല. സന്ധ്യയാവാറായി. നീ സമയം കിട്ടുമ്പോൾ വരൂ. നിനക്ക് കുറച്ച് പച്ചക്കറി പറിച്ചെടുക്കാലോ. വരാം ടീച്ചറെ. ശരിയാ, സന്ധ്യയാവാറായി. ടീച്ചർ കുറച്ച് പൂക്കൾ പറിച്ചെടുത്ത് കാലും മുഖവും കഴുകി അകത്തേക്ക് കയറി. ഭഗവാന്റെ മുൻപിൽ പൂക്കളും തുളസിയിലയും വെച്ചിട്ട് ടീച്ചർ മനംനൊന്ത് പ്രാർത്ഥിച്ചു. ലക്ഷ്മിയേട്ടത്തിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണേ. പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ഒരിളം തെന്നൽ ജനാലയ്ക്കുള്ളിലൂടെ അവരെ തഴുകിയോ.